ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ മാർഗങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ ആനന്ദ് കുമാർ വി സംസാരിക്കുകയാണ്. മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കേരളത്തിൽ ഹൃദ്രോഗികളുടെ എണ്ണം വളരെ കൂടി വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഫാമിലി ഡോക്ടറായി ഡോക്ടർ ആനന്ദ് കുമാർ വി വരുന്നത്. വെൽക്കം. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. യുവാക്കളെല്ലാവരും തന്നെ നമ്മളൊരു ഹാർട്ട് ഡിസീസിന് പ്രോണാണോ എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, അത് വളരെ പ്രധാനമാണ്. കാരണം ജനറ്റിക് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാദറിനോ മദറിനോ അച്ഛനോ അമ്മയ്ക്കോ ഒരു ചെറിയ പ്രായത്തിൽ, അങ്ങനെയും പറയുന്നുണ്ട്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു മെയിൽ റിലേറ്റീവ് ലെസ് ദാൻ 55 years അല്ലെങ്കിൽ ഒരു ഫീമെയിൽ റിലേറ്റീവ് ലെസ് ദാൻ 65 yearsൽ ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കും ജനറ്റിക്കായി അങ്ങനെ ഒരു പ്രൊപ്പൻസിറ്റി കാണാം. അപ്പോൾ അതുണ്ടോ. പിന്നെ നോക്കേണ്ടത് ഇങ്ങനെയുള്ള നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടോ എന്നുള്ള, അറ്റ്ലീസ്റ്റ് ചെറുപ്പക്കാരോടെല്ലാം പറയാറുണ്ട്, വർഷത്തിലൊരിക്കൽ BP ഒക്കെ ഒന്ന് നോക്കുക. ഒരു വർഷത്തിലൊരിക്കലും ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വർഷത്തിലൊരിക്കലും ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിപ്പം കിട്ടും, ലിപ്പിഡ് പ്രൊഫൈൽ, LDL കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ബോഡി വെയ്റ്റ്, ഒരു ഒപ്റ്റിമം, നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് എന്നൊക്കെ പറയാം, BMI എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വെയ്റ്റ് എന്ന റേഷ്യോ ആണ്. അത് വളരെ ഒരു നോർമൽ ലെവൽ, ലെസ് ദാൻ 25 എന്നൊക്കെ പറയും നമ്മൾ ഹൈറ്റ് വെയ്റ്റ് റേഷ്യോ, അതിൽ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ദുശീലങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക, സ്മോക്കിംഗ്. പിന്നെ ഉള്ളത് കാർബോഹൈഡ്രേറ്റ് ഫുഡ്, അമിതമായി കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുന്നത് ഒരു ചെറിയ തോതിൽ, അതാണ് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയാൻ പറ്റില്ല. ഡയബറ്റീസ്, ഒബീസിറ്റി വരാൻ ഏറ്റവും പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റും ഷുഗറും അമിതമായി കഴിക്കുന്നതാണ്. ഹാർട്ട് ഡിസീസിന് ഒരു ചെറിയ പരിധി വരെ അത് ബാധകമാണ്. പിന്നെ ഉള്ള എക്സസൈസ്, നമ്മളെപ്പോഴും പറയുന്നുണ്ട് 30 മിനിറ്റ് വ്യായാമം ഡെയിലി, ഒരു 5 days a week, അങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്. അതായത് ഒരു ആഴ്ച ഒരു 150 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ്. നമ്മൾ പറയും വാക്കിംഗ് ആണ്, വാക്കിംഗ് മതി, ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ജിം ആക്ടിവിറ്റീസ്, എന്തെങ്കിലും ഒരു വ്യായാമം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഒരു 150 മിനിറ്റ്, അതായത് ഒരു ദിവസം ഒരു 30 മിനിറ്റ് അതിനായി മാറ്റി വയ്ക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.